നാളെ റിസൾട്ട് വരുന്നത്. വരട്ടെ, അതിനുശേഷം ബാക്കി സംസാരിക്കാം. പോളിംഗ് ശതമാനം കുറഞ്ഞത് UDF-ന് തിരിച്ചടിയാകുമെന്ന് കൊല്ലത്തെ LDF സ്ഥാനാർത്ഥി M മുകേഷ് പറയുകയാണ്. തെരഞ്ഞെടുപ്പ് ഫലം എതിരായാൽ MLA സ്ഥാനത്ത് തുടരും. തുടക്കം ആദ്യത്തെ ദിവസം മുതലുള്ള പ്രതീക്ഷ തന്നെയാണ് നല്ല രീതിയിൽ വിജയിക്കും. ഒരു തരം രണ്ടുതരം മൂന്നര ഉറപ്പിച്ചിരിക്കുന്നു. കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു 7% പോളിംഗ് കുറവാണ്. 65,000-ഓളം വോട്ടർമാർ കുറച്ചാണ് പോളിംഗ് ബൂത്തിൽ എത്തിയത്. അതിന് എനിക്കില്ലാത്ത കുഴപ്പം തനിക്ക് എന്താണോ? അത് ഏതെങ്കിലും രീതിയിൽ നമുക്ക് LDF-ന് തിരിച്ചടിയാവുന്നുള്ളൊരു കണക്കൂട്ടലുണ്ടോ? അതെ, ഈ കളർ എനിക്കിട്ടാണോ നിനക്കിട്ടാണോ എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ആ വോട്ട് മുഴുക്ക UDF-ന്റെ. ശകലകലാവല്ലഭൻ. ആ 7% UDF-ന്റെയാണ്. ഞങ്ങളുടെ വോട്ടിന് ഒരു കുഴപ്പം വന്നിട്ടില്ലെന്നാണ് നമ്മളുടെ വിശ്വാസം. ശരി, അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. കൊല്ലം മണ്ഡലത്തിലടക്കം ഭൂരിപക്ഷം നേടുമെന്നാണ് UDF-ന്റെ അവകാശവാദം. പിന്നെ അല്ലെങ്കിൽ പിന്നെ എന്തിനും UDF ജീവിച്ചിരിക്കുന്നത്? അങ്ങനെ അവകാശവാദം കൊടുത്തില്ലെങ്കിൽ അത് പിന്നെ ഒരു ഈസി വാക്ക് ഓവർന്ന് അവർ ജയിക്കുമായിരിക്കും എന്ന് ആരെങ്കിലും പറയുമോ? അത് തന്നെയാണ് LDF-ന്റെയും ഒരു പരിധി വരെ BJPയും കുറേ സീറ്റുകളൊക്കെ അവർ ജയിക്കുമെന്ന് പറയുന്നുണ്ടല്ലോ. അതാണല്ലോ ജനാധിപത്യത്തിന്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത്. പിന്നെ ഭീഷണിയുടെ സ്വരം അതെന്നോട് വേണ്ട. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്കൊരു തിരിച്ചടി ഉണ്ടായാൽ MLA സ്ഥാനം രാജിവെക്കുന്ന അങ്ങനെ ഒരു ആലോചന ഉണ്ടാവും? ഭീഷണി അതെന്റെ അടുത്ത് വേണ്ട. നിങ്ങൾ ഒരു ഐഡിയ ഒന്നും കൊടുക്കരുത്. സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും ഒരാൾ അങ്ങനെ രാജിവെച്ചിട്ടുണ്ടോ? MA ബേബിയൊക്കെ അന്ന് രാജ്യസന്നദ്ധത അറിയിച്ചിരുന്നു. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ല. നിങ്ങൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് നിങ്ങളെക്കാട്ടിയും ഷ്രൂഡായിട്ടുള്ള ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അന്തസ്സുണ്ടെങ്കിൽ അഭിമാനമുണ്ടെങ്കിൽ രാജിവെച്ചിട്ട് വേണം നിൽക്കാൻ, എന്നാൽ മാത്രമേ. എന്തോ എങ്ങനെ അയ്യടാ നല്ല കൊയ്ത്ത്.